നമസ്കാരം. പ്രധാന വാർത്തകൾ. മദ്യപിച്ച് വാഹനമോടിച്ച് അപകടം. പോലീസുകാരനും സിനിമാ താരവുമായ ശിവദാസിനെതിരെ കേസെടുത്ത് പോലീസ്. കണ്ണൂരിൽ മദ്യപിച്ച് വാഹനമോടിച്ച് പോലീസുകാരനെതിരെ പോലീസ് കേസെടുത്തു. സ്പെഷ്യൽ ബ്രാഞ്ച് SIയും സിനിമാ താരവുമായ P. ശിവദാസിനെതിരെയാണ് കേസെടുത്തത്. കഴിഞ്ഞ വെള്ളിയാഴ്ച രാത്രിയാണ് സംഭവം. സ്പെഷ്യൽ ബ്രാഞ്ച് SI ആയ ശിവദാസൻ ഓടിച്ച കാർ കലുങ്കിലിടിച്ച് അപകടമുണ്ടാവുകയായിരുന്നു. തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് മട്ടന്നൂർ പോലീസ് കേസെടുത്തത്. അട്ടപ്പാടിയിൽ നവജാത ശിശു മരിച്ചു. ഷോളയൂർ സ്വർണപ്പിരിവിൽ സുമിത്രയുടെ മകനാണ് മരിച്ചത്. 6 മാസം ഗർഭിണിയായിരുന്ന സുമിത്ര ഇന്ന് രാവിലെ വീട്ടിൽ തന്നെ പ്രസവിക്കുകയായിരുന്നു. പിന്നാലെ അട്ടപ്പാടിയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് എത്തിച്ചപ്പോഴേക്കും കുഞ്ഞ് മരിച്ചു. സംഭവത്തിൽ ജില്ലാ കളക്ടർ റിപ്പോർട്ട് തേടി. ജില്ലാ മെഡിക്കൽ ഓഫീസർ, ICDS എന്നിവരോടാണ് കളക്ടർ റിപ്പോർട്ട് തേടിയിരിക്കുന്നത്. ആശുപത്രിക്ക് വീഴ്ചയുണ്ടോ എന്ന് പരിശോധിക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കുന്ദമംഗലത്ത് ആളൊഴിഞ്ഞ പറമ്പിൽ മനുഷ്യന്റെ അസ്ഥികൂടം കണ്ടെത്തി. കുന്ദമംഗലം മടവൂർ രാംപോയിൽ വെള്ളാരം കണ്ടിമലയിലാണ് സംഭവം. കുന്ദമംഗലം മടവൂർ രാംപോയിൽ വെള്ളാരം കണ്ടിമലയിലാണ് സംഭവം. കുന്ദമംഗലം പോലീസ് സ്ഥലത്തെത്തി പരിശോധനകൾ നടത്തി. ഉച്ചയ്ക്ക് 12 മണിയോടെ കാട് വെട്ടാൻ വന്ന ആളാണ് അസ്ഥികൂടം ആദ്യം കണ്ടത്. ഇതിന് സമീപത്തു നിന്നും ഒരു ബാഗും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. 4 മാസം മുൻപ് കാണാതായ നരിക്കുനി സ്വദേശിയുടേതാണ് അസ്ഥികൂടമെന്ന് പോലീസ് സംശയിക്കുന്നത്. അതിജീവിതയ്ക്കെതിരായ സൈബർ അധിക്ഷേപം. സന്ദീപ് വാര്യരുടെ മുൻകൂർ ജാമ്യവാദം നാളത്തേക്ക് മാറ്റി. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി നൽകിയ അതിജീവിതയെ സൈബർ ഇടങ്ങളിൽ അധിക്ഷേപിച്ച കേസിൽ സന്ദീപ് വാര്യരുടെ മുൻകൂർ ജാമ്യവാദം കേൾക്കുന്നത് നാളത്തേക്ക് മാറ്റി. രാഹുൽ ഈശ്വരന്റെ വാദം ഇന്ന് വീണ്ടും കേൾക്കും. അതിജീവിതയുടെ പരാതിയിൽ സന്ദീപ് വാര്യർ അടക്കം 6 പേർക്കെതിരെയാണ് സൈബർ പോലീസ് കേസെടുത്തത്. മഹിളാ കോൺഗ്രസ് പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി രഞ്ജിത പുളിക്കനാണ് 1-ാം പ്രതി. കോൺഗ്രസ് അനുകൂലിയായ അഭിഭാഷക ദീപ ജോസഫ് 2-ാം പ്രതിയും ദീപ ജോസഫ് എന്ന പേരുള്ള മറ്റൊരു അക്കൗണ്ട് ഉടമ 3-ാം പ്രതിയുമാണ്. സന്ദീപ് വാര്യർ 4-ാം പ്രതിയും നിലവിൽ റിമാൻഡിൽ രാഹുൽ ഈശ്വർ 5-ാം പ്രതിയുമാണ്. പാലക്കാട് സ്വദേശിയായ വ്ലോഗറാണ് കേസിലെ 6-ാം പ്രതി. കോട്ടയത്ത് വ്യാപാരിയെ കുളത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. വീട്ടിലേക്ക് പോകുന്ന വഴിയിലുള്ള കുളത്തിലാണ് വ്യാപാരിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കോട്ടയം പൈകയിലാണ് സംഭവം. പാല പൈക സ്വദേശി വിനോദ് ജേക്കബ് കൊട്ടാരത്തിലാണ് മരിച്ചത്. ഇന്നലെ വീട്ടിൽ നിന്നും പോയ വിനോദ് രാത്രിയായിട്ടും തിരിച്ചെത്തിയില്ല. തുടർന്ന് നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് ഇന്ന് രാവിലെ കുളത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കാലുതെറ്റി കുളത്തിൽ വീണതാകുമെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. സംഭവത്തിൽ പാലാ പോലീസ് അന്വേഷണം ആരംഭിച്ചു. അസ്വാഭാവിക മരണത്തിന് കേസെടുത്തു. ഫയർഫോഴ്സ് എത്തി മൃതദേഹം പുറത്തെടുത്തു. ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം പോസ്റ്റ്മോർട്ടത്തിനായി കൊണ്ടുപോകും.